ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി ആണ് കേട്ടോ. സോ ഓർഗാനിക് കെമിസ്ട്രി എന്താണ്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള നമ്മുടെ ബേസിക് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചിട്ട് വന്ന കോവാലന്റ് ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് കോമ്പൗണ്ട്സുകളുടെ സിന്തസിസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക, അത് ഏതൊക്കെ കണ്ടീഷൻസ് നമ്മൾ നോക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു വിങ് ആണ് ഓർഗാനിക് കെമിസ്ട്രി. ബേസിക്കലി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ് കേട്ടോ. കാര്യം ഓർഗാനിക് കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി ഒക്കെ എനിക്ക് ചവറ് പോലെ തോന്നുന്നത്, പ്രാന്തായിട്ട് തോന്നുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ അങ്ങനെ അധികം നോക്കാത്ത ഒരു സബ്ജക്റ്റാണ്, പക്ഷെ ഭയങ്കര എളുപ്പമുള്ള സബ്ജക്റ്റും കൂടെയാണ് കേട്ടോ. സോ ബേസിക്കലി ഡെഫിനേഷൻ പറയാം, ഓർഗാനിക് കെമിസ്ട്രി ഡെഫിനേഷൻ എന്താണെന്ന് പറയാം. സോ ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സുകളെ പറ്റി അറിയണം. സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താ? ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ജനറലി കെമിക്കൽ കമ്പോണൻസ് ആയിരിക്കും. എന്തായിരിക്കും? കെമിക്കൽ കമ്പോണൻസ് ആയിരിക്കും. അതിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടായിരിക്കും കേട്ടോ. ദിസ് മോഡേൺ ഡെഫിനിഷൻ ഡിഫർ ഫ്രം ദ എയർലിസ്റ്റ് ബിലീവ് ദാറ്റ് ഓർഗാനിക് കോമ്പൗണ്ട് വെർ ഓൺലി ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ആൻഡ് ആനിമൽസ്. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ വിചാരിച്ചത് പ്ലാന്റിൽ നിന്നും ആനിമലിൽ നിന്നും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കാർബണേറ്റിന്റെ സോൾട്ട്, സയനൈഡിന്റെ സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സുകളെ തന്നെ ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. സെമി അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ബേസിക്കലി എന്തൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം പറയേണ്ടത് ഫസ്റ്റ് വൺ ഈസ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. അത് ഏതൊരു ഏതൊരു ഓർഗാനിക് ബോണ്ടിനകത്തും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിലും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 2 മില്യൺസ് ഓഫ് കോമ്പൗണ്ട് ആണ്. ഈ ഒരു കാർബണിന്റെ എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എത്ര ചെയിൻ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, എത്ര ഫോമിൽ വേണമെങ്കിലും മാറാൻ പറ്റും. ആൻഡ് ഫ്യൂ എക്സ്പെക്ടേഷൻ. പക്ഷെ എന്നാൽ ഈ കാർബൺ കോമ്പൗണ്ട്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഇനോർഗാനിക് കോമ്പൗണ്ട്സുകളെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കാർബൺ കോമ്പൗണ്ട് ക്ലാസിഫൈഡ് ആസ് ഇനോർഗാനിക്. സോ നമ്മൾ നോർമലി ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പഠിക്കുന്നുണ്ട്, എന്നാൽ തന്നെയും ചില കാർബൺ കോമ്പൗണ്ട്സുകൾ എന്താണ്, ഇനോർഗാനിക് ആയിട്ട് പോവാറുണ്ട്. അപ്പം ഓർഗാനിക്കിൽ നിന്ന് ഇനോർഗാനിക് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് എക്സ്പെക്ടേഷനിൽ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. ഇനി എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്, സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കാർബൺ ഹൈഡ്രജൻ എന്ന് പറഞ്ഞപ്പോൾ ആൽക്കഹോൾ ഉണ്ട്, ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ഫോമിക് ആസിഡ് ഉണ്ട്, ഡൈഈഥൈൽ ഈഥർ ഉണ്ട്, അസറ്റോൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാം കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. സോ മീത്തൈൻ ഉണ്ട്, സിംപ്ലസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് മീത്തൈന്. പിന്നെ അസറ്റൻ ഉണ്ട്, ഒരു കോമൺ ഓർഗാനിക് സോൾവെന്റ് ആണ്. ആൻഡ് മെഥലമൈൻ ഉണ്ട്, ഒരു സിംഗിൾ ഓർഗാനിക് അമൈൻ ആണ്. സോ എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക. വേണമെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ സിന്തസൈസ് ചെയ്തത്? ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഓർഗാനിക് കോമ്പൗണ്ട്, ലാബിൽ ഉണ്ടാക്കിയ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ. എന്താണ് യൂറിയ? സോ ജർമ്മൻ കെമിസ്റ്റ് ആയിട്ടുള്ള ഫ്രെഡറിക് വൂൾസർ ആണ് ബേസിക്കലി യൂറിയ കണ്ടുപിടിച്ചത്. 1828 അമോണിയം സൈനൈഡിൽ നിന്നാണ് ഈ യൂറിയ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആരാണ് കണ്ടുപിടിച്ചത്? ഫ്രെഡറിക് വോളർ ആണ് കണ്ടുപിടിച്ചത്. സോ പുള്ളിക്കാരൻ 1828 അമോണിയം സയനിൽ നിന്നാണ് ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ആയി യൂറിയ കണ്ടുപിടിച്ചത്. സോ ഇത് വലിയൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് വന്നിരുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. കാര്യം ഓർഗാനിക് കോമ്പൗണ്ട്സുകളൊക്കെ ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ അമോണിയം സയനിൽ നിന്ന് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. സോ ബിഫോർ 1828 ആണെങ്കിൽ വൈറ്റൽ ഫോഴ്സ് തിയറി പ്രിവിൽഡ്. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഈ ചെടികളിൽ നിന്നും അല്ലെങ്കിൽ ജീവിയിൽ നിന്നും മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടം. അതിനുശേഷം 1828 ശേഷം യൂറിയ അമോണിയം സയനൈഡിൽ നിന്ന് ഉണ്ടാക്കി. അതിനുശേഷം എത്രത്തോളം ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഓർഗാനിക് കോമ്പൗണ്ട്സ് 1828 ശേഷം നമ്മൾ ചെയ്തു. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു ഒറ്റ വർഷം 1828 ബിഫോറും ആഫ്റ്ററും മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ 1828 ഉണ്ടാക്കിയ യൂറിയ ആണ് ഇതിന്റെ ബേസിക് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ഫാക്ടർ. ബാക്കിയൊക്കെ എല്ലാം എന്താണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് എന്നുള്ളതാണ്.
ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്തൊക്കെയാണ്? സോ മെഡിസിൻ എങ്ങനെയാണ് മെഡിസിൻ്റെ ബയോളജിക്കൽ പ്രോസസ് നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫാർമക്കോളജി ഒരു ഡ്രഗ് എങ്ങനെയാണ് ബോഡിയുമായിട്ട് നമുക്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ റെസ്പോൺസ് കാണിക്കുന്നു, അത് തന്നെയാണ് മെഡിസിൻ. എന്നാൽ ഫാർമക്കോളജി എന്ന് പറയുമ്പം ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് ഡ്രഗ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഇൻട്രാക്ഷൻ, ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡി ഉണ്ടാക്കുന്ന ഇൻട്രാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആൻഡ് റിസർച്ചിൽ ഒരുപാട് സയൻറ്റിഫിക് നോളജ് കിട്ടാൻ, അഡ്വാൻസിങ് സയൻറ്റിഫിക് നോളജ് കിട്ടാൻ വേണ്ടി ഓർഗാനിക് കെമിസ്ട്രി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി ആണ്. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്. സോ ഓർഗാനിക് കെമിസ്ട്രി ഡെയിലി ലൈഫിൽ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫുഡാണ്. സോ ഫുഡെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഡൈജഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. ബോഡി നടക്കുന്ന ഒരുപാട് ഫങ്ഷൻസ് ഓർഗാനിക് പ്രോസസ്സാണ്. ആൻഡ് നമ്മളെ ബോഡിയുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് ഒക്കെയും ഓർഗാനിക് ആണ്. അപ്പോൾ എല്ലായിടും എന്തുണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് എന്നർത്ഥം. സോ ഓർഗാനിക് കെമിസ്ട്രി നേച്ചറിൽ എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോസിന്തസിസ്. എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആകുന്നു അല്ലേ? സോ ഇത് ഫോട്ടോസിന്തസിസ്, ഇത് ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ആൻഡ് ഫുഡ് ചെയിൻ പ്രോസസ്, കാർബൺ എന്ത് ചെയ്യുന്നു? ഓരോ ഓർഗാനിസം, നമ്മുടെ ഫുഡ് ചെയിൻ സൈക്കിൾ അറിയില്ല, പാറ്റേനെ പല്ലി തിന്നുന്നു, പല്ലിനെ ഫ്രോഗ് തിന്നുന്നു, ഫ്രോഗിനെ വലിയ മൃഗം തിന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതും ഒരു ഫുഡ് ചെയിൻ പ്രോസസ്സ്, കാർബണിൻ്റെ പാസിംഗ് ആണ്. ആൻഡ് ഡീകമ്പോഷൻ, ഇതൊക്കെ ചത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക? ഈ ബാക്ടീരിയ ഒക്കെ തിന്നുന്നത് എങ്ങനെയാണ്? അതും ഒരു നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ് അല്ലേ? സോ നെക്സ്റ്റ് വൺ ഇസ് ഫോസിൽ ഫോർമേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓർഗാനിക് മാറ്റേഴ്സ് കുറേ നാൾ അങ്ങനെ കിടന്ന് പ്രഷറിലും ടെമ്പറേച്ചറൊക്കെ വരുമ്പോൾ എന്തിനാ അതൊരു പെട്രോളിയം ആയിട്ട് മാറുകയും അത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ പെട്രോൾ ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ? അപ്പോൾ അതിലും എന്തുണ്ട്? ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾസ് ആണ്, അത് ഇത്ര സ്പീഡിൽ പോകുന്നത്, ഇല്ലെങ്കിൽ പയ്യെ ഞാൻ പോകത്തുള്ളൂ. സോ പെട്രോളിയം ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ പെട്രോളിയം എന്ന് പറയുന്നത് ഓർഗാനിക് പ്രോസസ് വഴി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഫോസിൽ ഫ്യൂവൽ ആണ് എന്നറിയാം അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഇറ്റ് സെർവ് ആസ് എ സോഴ്സ് ഓഫ് ഫ്യൂവൽ ആൻഡ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ വേരിയസ് പ്രൊഡക്റ്റ് ഇൻവോൾവ് പ്ലാസ്റ്റിക്, ഫാബ്രിക് ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിക്കൽ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം പെട്രോളിയം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാ? ഒരു ഓർഗാനിക് മാറ്റർ ആണെന്ന് അറിയാം. സോ അത് തന്നെയാണ് ഈ പ്ലാസ്റ്റിക്, ഫാബ്രിക്സ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ ഈസ് ഫ്യൂവൽ, ഗസലോയിന്, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, ഇതൊക്കെ പെട്രോളിൽ നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിക് ആണ്. ഒരുപാട് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ പ്ലാസ്റ്റിക്കിലുള്ള സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് പെട്രോളിയം പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റൈൽസ് ആണ്. നമ്മുടെ ഫാബ്രിക്സ് ഒക്കെ എന്താണ്? പെട്രോളിയം ബേസ്ഡ് ഒറിജിൻസ് ആയിരിക്കും. മിക്കവാറും ഒക്കെ ഉണ്ടെന്ന് സിന്തറ്റിക് ഫാബ്രിക്സ് ആണ്, നാച്ചുറൽ അല്ല. സിന്തറ്റിക് ഫാബ്രിക്സ് ഒക്കെ എന്താണ്? പെട്രോളിയം ബേസ്ഡ് ഒറിജിൻസ് ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പറയുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ട് 3 ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ നേച്ചർ അനുസരിച്ചിട്ടോ, കാർബൺ ചെയിൻ അനുസരിച്ചിട്ട്, ആൻഡ് അസൈക്ലിക് അല്ലെങ്കിൽ അലീഫാറ്റിക് കോമ്പൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ കാർബോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട്, ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് കേട്ടോ. സോ ബേസിക് നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. കാർബൺ ചെയിൻ വെച്ച് തന്നെയാണ് തിരിക്കുന്നത്. അതിന്റെ ബേസിക് ആയിട്ട് തിരിക്കുന്നത് അസൈക്ലിക് അല്ലെങ്കിൽ അലീഫാറ്റിക്, കാർബോസൈക്ലിക് അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക്. സോ ഇതിന്റെ എക്സാമ്പിൾസ് നമ്മുടെ റെഫറൻസ് നോട്ട് ഉണ്ട്, നോക്കാതെ പോകരുത്. ദ ഫസ്റ്റ് വൺ ഈസ് അസൈക്ലിക് അല്ലെങ്കിൽ അലീഫാറ്റിക്. അസൈക്ലിക്, സൈക്ലിക് അല്ലാത്തത്. അപ്പൊ എന്താണ്? ഓപ്പൺ ചെയിൻ ഓഫ് കാർബൺ ആറ്റം, അതാണ് എന്ത്? അസൈക്ലിക് എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് കാർബോസൈക്ലിക്. കാർബോ മീൻസ് കാർബൺ, സൈക്ലിക് ക്ലോസ് ചെയിൻ ഓഫ് only carbon atom. എന്താണ്? ക്ലോസ്ഡ് ചെയിൻ ആയിട്ടുള്ള കാർബൺ ആറ്റം ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഹെട്രോസൈക്ലിക്. സോ ക്ലോസ് ചെയിൻ വിത്ത് കാർബൺ ആൻഡ് അതർ എലമെന്റ്സ്. കാർബണും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും? അതർ എലമെന്റ്സുകളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഹെറ്ററോസൈക്ലിക് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? അസൈക്ലിക് ഓപ്പൺ ചെയിൻ, കാർബോസൈക്ലിക് ക്ലോസ് ചെയിൻ, ആൻഡ് ഹെട്രോസൈക്ലിക് വിത്ത് അതർ കോമ്പൗണ്ട്സ്. അപ്പൊ ഇത് ഇത്രയും ബേസിക് പ്രിൻസിപ്പിൾ ആണ്, മറന്ന് പോകരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് അലീഫാറ്റിക് കോമ്പൗണ്ട്. ഓരോന്നായിട്ട് പറയാൻ പോവാണ്. എന്താണ് അലീഫാറ്റിക് കോമ്പൗണ്ട്? സോ അലീഫാറ്റിക് കോമ്പൗണ്ട് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ? സോ ഒരു കാർബൺ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിരിക്കാം. സോ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആകാം. സോ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് ആകാം. കണ്ടോ, ഇങ്ങനെയും ബ്രാഞ്ച് ആയിട്ട് വരാം എന്നുള്ളതാണ്. ഇനി അതേ നമ്മൾ ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റ് കോമ്പൗണ്ട്സ്. എന്താണ് സാച്ചുറേറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ
അൺസാച്ചുറേറ്റ് കോമ്പൗണ്ട് എന്ന രീതിയിൽ നമ്മൾ വീണ്ടും അലിഫാറ്റിക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സാച്ചുറേറ്റ് അലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ ഒരു സിംഗിൾ ബോണ്ട് ആയിരിക്കും. കാർബൺ കാർബൺ തമ്മിലാണ് സാച്ചുറേറ്റ് എങ്കിൽ ഒറ്റ സിംഗിൾ ബോണ്ടും ആയിരിക്കും എന്നുള്ളതാണ്. എന്താണ് വൈൽ അണ്ടർസ്റ്റാൻഡ് കോമ്പൗണ്ട് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ഓർ ട്രിപ്പിൾ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അൺസാച്ചുറേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും. സോ അലിഫാറ്റിക്, സോ എന്താണ് ലോങ് ചെയിൻ ആയിട്ടുള്ള കാർബണിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. സിമ്പിൾ അല്ലേ, പഠിച്ചില്ലേ? സോ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എക്സാമ്പിൾ ഈത്തീനും, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനൊക്കെയാണ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് എക്സാമ്പിൾ ഈത്തീനും ആണ് വരിക, C2H4 ആണ്. സോ ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ റെഫറൻസ് നല്ല ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളാം. സോ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണ്? സൈക്ലിക് കോമ്പൗണ്ട് ക്ലോസ് ചെയിൻ ആറ്റംസ് ആയിരിക്കും അല്ലേ. അതിനെ നമ്മൾ ഫർദർലി ഡിവൈഡ് ചെയ്യുന്നുണ്ട് കാർബോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. എന്താണ് കാർബോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്? എന്താണ് കാർബോസൈക്ലിക്? കാർബോസൈക്ലിക് എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ഓൺലി വൺ കാർബൺ ആറ്റം. എന്നാൽ ഹെട്രോസൈക്ലിക് ആണെങ്കിലോ അതിലെന്താ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബേസിക്കലി അവിടെ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നായിട്ട് പഠിച്ചല്ലേ, അല്ലെങ്കിൽ നമ്മൾ കാർബോസൈക്ലിക് ഹെട്രോസൈക്ലിക് എന്ന് പഠിച്ചു. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പഠിച്ചു. എന്തുകൊണ്ടാ? കാർബോസൈക്ലിക്കിൽ ഞാൻ പറഞ്ഞു കാർബൺ എന്ത് ചെയ്യുന്നു, കാർബൺ മാത്രമുള്ള ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നു. ഹെട്രോസൈക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വേറെ എലമെന്റ്സും കൂടെ ചേർന്ന് വന്നിട്ട് ഫോം ചെയ്യുന്നു. അവ രണ്ടും നോക്കുമ്പം സൈക്ലിക് കോമ്പൗണ്ട്, രണ്ടും ക്ലോസ്ഡ് സൈക്കിൾ ആണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും സൈക്ലിക് കോമ്പൗണ്ട്സിനകത്ത് ക്ലാസിഫൈ ചെയ്തതിൽ എന്താ കുഴപ്പം അല്ലേ, അതിലെളുപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കാർബോസൈക്ലിക് എന്നും ഹെട്രോസൈക്ലിക് എന്നും നമ്മൾ ഫർദർലി സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യുന്നു. സോ കാർബോസൈക്ലിക് ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം, സൈക്ലോപ്രോപ്പൈൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെന്റീൻ, സൈക്ലോഹെക്സൈൻ ഒക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ മെഡിസിൻ കെമിസ്ട്രി പഠിക്കും കേട്ടോ. സോ അറോമാറ്റിക് കോമ്പൗണ്ട് ലൈക്ക് ബെൻസീൻ, നാഫ്തലിനും ഒക്കെ എന്താണ് കാർബോസൈക്ലിക് ആണ്. ഈ ബെൻസീനും നാഫ്തലിനും ഒക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? +1 +2 നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹെട്രോസൈക്ലിക് ആണ്. സോ ലൈക്ക് പിരിഡിൻ, പൈറോൾ, ഫ്യൂറാൻ. ഈ ഫ്യൂറാൻ ഒക്കെ നിങ്ങൾ നെക്സ്റ്റ് സെമ്മിൽ പഠിക്കും കേട്ടോ. തയോഫെൻ ഒക്കെ നിങ്ങൾ പഠിക്കും. സോ തയോഫെന്റെ ഒക്കെ സ്ട്രക്ചറുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഒരു സിമ്പിൾ മെയിൻ സ്ട്രക്ചർ ഒക്കെയാണ്, അതിനകത്ത് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ പഠിക്കുന്നതാണ്. സോ പഠിക്കാൻ പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ. സോ കോമൺ സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. സോ നോമൻക്ലേച്ചർ എങ്ങനെ, അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എങ്ങനെ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്തായിരുന്നു എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ +2 പഠിച്ചതാണ്. സോ ബേസിക്കലി നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പേരിടുക ചടങ്ങ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ പേരിട്ടിരുന്നത്, ഈ പേരിടുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി അറിയാം, യൂറിയയുടെ കേസ് നമ്മൾ പറഞ്ഞല്ലേ. സോ യൂറിയ എവിടെയാണ്? യൂറിനിലാണ് ഉള്ളത്, അല്ലെങ്കിൽ യൂറിനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യൂറിയ എന്ന പേര് വന്നു. ആൻഡ് മീഥൈൽ ആൽക്കഹോളിന് നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയാറുണ്ടായിരുന്നു. ആൻഡ് ഫോമിക് ആസിഡ് ഡിറൈവ് ചെയ്യുന്നത് ആൻഡ് നമ്മുടെ ഉറുമ്പുകളിൽ ഫോമിക് ആസിഡ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഫോമിക് ആസിഡ് എന്നൊക്കെ, അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ് ഫോമിക് ആസിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പേരിടൽ ചടങ്ങിന് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഡ്രോബാക്കും ഉണ്ട്. കാര്യം ഇവിടെ പറയുന്നത് പോലെ ആകണം എന്നില്ല, ഓരോരുത്തർ പറയുന്ന പോലെ തന്നെ ഇവിടെ ആകണം എന്നില്ല. അപ്പോൾ ഒരു കോമ്പൗണ്ട് എങ്ങനെയൊക്കെ നമുക്ക് പേരിടാം എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് സോഴ്സ് ബേസ്ഡ് നെയിം. നമുക്ക് കോമ്പൗണ്ടുകൾ നമുക്ക് കണ്ടുപിടിച്ച ഒറിജിൻ അല്ലെങ്കിൽ ആ ഡിസ്കവറി സോഴ്സ് വെച്ചിട്ട് പേരിടാറുണ്ട്. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, എന്തെങ്കിലും ഡെവലപ്മെന്റ് വന്നു അല്ലെങ്കിൽ ഇതിന് ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു വലിയ കോവിഡ് മഹാമാരി, അപ്പോൾ നമ്മൾ കോവിഡ് മഹാമാരിക്ക് ഉപയോഗിച്ച വാക്സിൻസിനെല്ലാം നമ്മൾ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഡ് ഷീൽഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് കൊടുക്കാൻ കാര്യം? അത് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ലിമിറ്റഡ് സ്കോപ്പാണ്. പക്ഷെ എല്ലാ കോമ്പൗണ്ടുകൾക്കും എല്ലാ ഗ്രൂപ്പുകൾക്കും നമുക്കൊരു കോമൺ സിസ്റ്റം നോമൻക്ലേച്ചർ അല്ലാതെ ഇതുപോലുള്ള പേരുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ ഇടാവുന്നില്ല, ഇങ്ങനെ വേണമെങ്കിലും ഇടാം, എന്ത് രീതിയിൽ വേണമെങ്കിലും ഇടാം. അപ്പോഴാണ് ഈ സോഴ്സ് ബേസ്ഡ് നെയിമും ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിന്റെ ഉപയോഗങ്ങൾ വന്നത്. കാര്യം ഒരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്യുമ്പം ആ ഡെവലപ്പ് ചെയ്ത സാധനത്തിന് പേരിടുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകണം, അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക മാനദണ്ഡം ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ
തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ നോമൻക്ലെച്ചറിനെ പറ്റി പറയുന്നത്. ഇനി IUPAC നോമൻക്ലെച്ചർ സിസ്റ്റം, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPAC നോമൻക്ലെച്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അപ്രോച്ചാണ്. നമ്മൾ ഒരു പേര് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പ്രിഫിക്സ് എങ്ങനെയായിരിക്കണം, സഫിക്സ് എങ്ങനെയായിരിക്കണം, എത്ര നമ്പറുകൾ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് IUPAC നോമൻക്ലെച്ചർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഓൾറെഡി എന്തിനാണ് IUPAC വന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. സോ IUPAC റൂൾസുകളുണ്ട്. അതായത് ഒരു പേരിടൽ ചടങ്ങ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ പേരിടണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, സെറ്റ് ഓഫ് കാരണങ്ങൾ എന്തൊക്കെ. ആൻഡ് കോംപ്ലക്സ് മോളിക്യൂൾ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ വലിയ നമുക്ക് എന്താ പറയുക പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു മോളിക്യൂൾ ആണെങ്കിൽ പോലും ഈ IUPAC നെയിം കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ആൻഡ് കമ്പാരിസൺ, സോ ഒരു കോമൺ നെയിമിംഗ് സിസ്റ്റം വെച്ചിട്ട് IUPACനെ കമ്പയർ ചെയ്യുമ്പോൾ കോമൺ നെയിമിനേക്കാൾ IUPAC ഇച്ചിരി കൂടെ ഡീബ്രീഫ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ മീതെയിൻ, ഈതെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. സോ എത്രയാണ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുമോ അല്ല. അതിന് പകരം ഞാൻ തങ്കപ്പൻ രാജപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകോ? ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ IUPAC നോമൻക്ലെച്ചറിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ഒരു സിമ്പിൾ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അങ്ങനെ അധികം ഒന്നും ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് മാത്രം കേട്ട് മനസ്സിലാക്കാന്നുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.